എല്ലാവരും സ്നേഹിക്കണം. ഇത്രയും വൃത്തികെട്ടവൻ വിനായകന എല്ലാവരും സ്നേഹിക്കണം. ഞാൻ തന്നെ അപ്പൊ ആർക്ക് എനിക്കാണ് ഭ്രാന്ത്, മറ്റേ സലീം കുമാറിന്റെ ഡയലോഗാണ്, എനിക്കാണ് ഭ്രാന്ത്, നാട്ടുകാർക്കാണ് ഭ്രാന്തെന്നായി പോയി. സത്യം. പടത്തിന്റെ സൗണ്ട് ഐഡിയ ഈ പാട്ടാന്നില്ല. കുറച്ചുകൊണ്ടൊന്നും വരി ശബ്ദം കേൾക്കുന്നില്ലല്ലോ. പ്രണയമാണ് ആ പടം. പടത്തിന്റെ പുറകിലിരിക്കണത് അൾട്ടിമേറ്റ്ലി പ്രണയം ബേസ് ചെയ്തിട്ടുള്ളൊരു, പലപ്പോഴും ശ്രമിച്ചു നമുക്കിട്ട് അടുത്തൊന്ന് പോയി ഇരിക്കണം. പുള്ളി അപ്പോഴും എന്നെ വിളിച്ചിങ്ങനെ ഇരുത്തും, ഇങ്ങനെ വിളിച്ചിരുത്തും. ഞാൻ അപ്പം തന്നെ എനിക്ക് ഓടിക്കളെ. അത് പറ്റില്ല. അത് എനർജി നമുക്കടെ മുമ്പിൽ ഇരിക്കില്ല ഒരിക്കലും. ഇപ്പൊ ഡേസർ ഇറങ്ങിയതിന് ശേഷം അദ്ദേഹമായിട്ട് അങ്ങനെ എന്തെങ്കിലും പോറ്റി സംസാരങ്ങളെങ്ങാനും സംസാരം ഉണ്ടായില്ലെങ്കിലും അടുത്ത് പോകുമ്പോഴും പോകാൻ പറ്റൂല. വിറച്ച് ഞാൻ നോക്കുമ്പോ വിറക്കണാണ് പുള്ളി ഇരുന്നിട്ട്. മമ്മൂക്ക് വന്നപ്പോ പുള്ളി വിറക്കണ്, ഞാൻ നോക്കുമ്പോ സ്റ്റിയറിംഗ് പിടിക്കാൻ പറ്റില്ല. പറഞ്ഞു വെച്ചിരിക്കുന്ന ഷോർട്ട് ഡിവിഷനകത്ത് എന്താണ് നമ്മൾ കൺവേ ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് അദ്ദേഹത്തിൻ്റെതായ ചില ഇൻപുട്സ് വെച്ചിട്ട് ഒരു സാധനം ഇൻപുട്ട് തന്നുകൊണ്ടിരിക്കും. ത്രില്ലേഴ്സാണ് ഞാൻ കൂടുതൽ കുറച്ചായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ത്രില്ലേഴ്സും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് എന്തെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുക. ഞാനും മ്യൂസീഷ്യനാണ്. ശരിയാണല്ലോ. ഇത് കള്ളൻ പോലീസുകാരൻ. എന്റെ അത്രയും വല്ല കോമഡിയാണ് ഇല്ല. കണ്ടില്ലേ, ചരിത്രം കണ്ടില്ലേ, എന്ത് കോമഡി, എന്ത് പൊട്ടനാണല്ലേ. ഞാൻ ചെയ്തതിൽ ഏറ്റവും വലിയ കോമഡി ക്യാരക്ടർ ജയിലറിൽ വർമ്മനാണ്. ലാംഗ്വേജ് അപ്പോൾ ചേട്ടാ ഇതെങ്ങനെ നിങ്ങൾ പഠിച്ചെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സെൻട്രൽ സ്റ്റേഷനിൽ കയറിയപ്പോൾ എനിക്ക് അറിയാം, അങ്ങനെ ഞാൻ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് പഠിച്ചതാന്ന് പറഞ്ഞു. വേദിയിലൊക്കെ നിങ്ങൾക്കെതിരെ കുറെ ട്രോൾസും പരിപാടികളൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് ഈ പെറ്റ് ഡിറ്റക്റ്റീവ്സിന്റെ പ്രൊമോഷൻ വീഡിയോയിൽ ഒരു സെൽഫ് ട്രോൾ രീതിയിൽ തന്നെയാണ് വന്നത്. അതല്ലേ ഈഗോ എന്നറിയാം എനിക്കും പുള്ളിക്കും. സത്യം, മ്യൂസീഷ്യൻസ് എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും ഈഗോ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഏറ്റവും അൾട്ടിമേറ്റിലുള്ളത് മ്യൂസീഷ്യൻസാണ്. നമുക്ക് വന്ന വരെ ഞാൻ ഒരു അല്ലേ നമ്മൾ രണ്ടുപേരും ചെറിയൊരു ഇങ്ങനെയായിരുന്നു. മമ്മൂക്ക വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പാർട്ടി ചെയ്യാനായിരുന്നു. കാരണം ഇവരായിട്ട് സംസാരിക്കണ്ട, മമ്മൂക്ക പറഞ്ഞോളൂ. ഹായ്, കളങ്കാവൽ ടീമാണ് റിപ്പോർട്ടറിനൊപ്പം ചേരുന്നത്. ജിബിൻ ഗോപിനാഥനുണ്ട്, വിനായകനുണ്ട്, ജിതിൻ കെ ജോസുണ്ട്, മുജീബുണ്ട്. സ്വാഗതം. ഞാൻ മുജീബിൽ നിന്ന് തുടങ്ങട്ടെ. കാരണം ഇപ്പൊ കളങ്കാവൽ സിനിമേനെ പറ്റിയിട്ട് ആ സിനിമേന്റെ ഒരു ഫസ്റ്റ് അനൗൺസ്മെന്റ്. തൃശ്ശൂർക്കാരാണോ? അതെ, തൃശ്ശൂർ. പറഞ്ഞോ. ഗുരുവായൂർ അടുത്താണ് വീട്. കിട്ടിയില്ല അത്. നമ്മുടെ ഫസ്റ്റ് പാട്ട് വന്നല്ലോ. ഇപ്പൊ നിലാക്കായി എന്നുള്ള പാട്ട് വന്ന സമയത്ത് അത് തന്നൊരു ഫീല് ഭയങ്കര രസമായിരുന്നു. നമ്മള് എന്താ പറയാ, ഇളയരാജേന്റെ ഒക്കെ ഒരു മ്യൂസിക്കിന്റെ ഫീലാണ്. അന്ന് അതിനകത്ത് എന്തോ ഒരു തരം എലമെന്റ്, നമ്മൾ ഈറി ആയിട്ടുള്ള ഒരു എലമെന്റും കൂടി ചേർത്തിട്ട് പിന്നെ അതിന്റെ ഫുൾ പാട്ടുകൾ, മറ്റു പാട്ടുകൾ വന്ന് ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് സോങ്ങും കൂടി ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വിനായക് ശശികുമാറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ, ഇന്റർവ്യൂ എടുത്തായിരുന്നു. അപ്പോൾ ആള് പറഞ്ഞായിരുന്നു എല്ലാ പാട്ടുകളും ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ്, തമിഴ് പാട്ടുകളൊക്കെ ക്യാരക്ടേഴ്സ് കേൾക്കുന്ന പോലെയാണെന്ന്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു മുജീബിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ചാലഞ്ചിങ് ആണ്. കാരണം ഒരു ക്യാരക്ടർ കേൾക്കുന്ന ടൈപ്പ് പാട്ടാണ് ചെയ്യുന്നത്. അത് വേറൊരു സ്പേസ് ഉള്ളതായിരിക്കും. സിനിമയോട് ചേരണം എന്നാൽ പക്കാ സിനിമയിലുള്ള പാട്ടുമല്ല. അത് എനിക്ക് തോന്നുന്നു ജിതിനായിട്ടുള്ളൊരു പ്രോപ്പർ ഡിസ്കഷൻ്റെ മുകളിൽ ഉണ്ടായിരിക്കുന്നത് തന്നെയാണ്. അതിൽ പിന്നെ പടം ഞാൻ എഡിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് സ്കോറിലേക്ക് കയറുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം പടം കാണുമ്പോൾ തന്നെ അതിലത്തെ മെയിൻ ക്യാരക്ടറിൻ്റെ സ്ഥിരമായിട്ട് ഒരു ക്യാരക്ടർ കേൾക്കുന്ന പാട്ടാണ്. അപ്പോൾ പടവുമായിട്ട് എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ബ്ലെൻഡായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അങ്ങനത്തെ ട്രാക്കുകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജിതിൻ്റെ ഒരു പ്രോപ്പർ ഇൻപുട്ട് അതിലുണ്ടായിരുന്നു, എങ്ങനെ വേണം എന്നുള്ള സാധനം. അങ്ങനെ ഉണ്ടായത്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒരു സോൺ ഭയങ്കര ഇഷ്ടം, അങ്ങനത്തെ ട്രാക്കിൻ്റെ. ഇപ്പം ഈ പാട്ടിനോട് നമ്മൾ കണക്ട് നിങ്ങൾക്കൊക്കെ ഈ ഫസ്റ്റ് പാട്ട് കേട്ട സമയത്ത് നമുക്ക് ഭയങ്കര രസമുള്ളൊരു ഫീലായിരുന്നു. ഇപ്പോൾ പലരും ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ പാട്ട് ഫസ്റ്റ് കേട്ട സമയത്ത് നിങ്ങളുടെ ഒരു ഫീൽ എന്തായിരുന്നു നിലാക്കായ എന്നുള്ള പാട്ട് കേട്ടപ്പോൾ? എനിക്ക് പേഴ്സണലി പിന്നെ നിങ്ങളിപ്പം കേട്ടപ്പം തോന്നി എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അതേ കാര്യങ്ങൾ പിന്നെ കേൾക്കുമ്പോൾ തോന്നിക്കണം, അങ്ങനത്തെ ഒരു പാട്ട് ചെയ്യണം, തോന്നിപ്പിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അത് തന്നെ മുജീബിനോട് പറഞ്ഞു. അപ്പം പക്ഷെ ഇത്രയും രസമായിട്ട് വരുമെന്നൊന്നും നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ ഭയങ്കര രസമായിട്ട് മുജീബ് ഗംഭീര പാട്ട്. വിനായകേട്ടൻ കുറെ ദിവസം കൊണ്ട് വിളിക്കുമ്പോഴെല്ലാം ഈ പാട്ടിനെ പറ്റി തന്നെ പറയുന്നുണ്ട്. അന്നോട്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും ഇടിയാ രാത്രി ഞാനും വിളിച്ച് ഇതിനെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഗംഭീര പാട്ടാ ചെയ്ത് നമുക്കൊരു പിന്നെ പാട്ട് എന്നതിനേക്കാൾ ഉപരി സിനിമയിൽ അതിനൊരു പർപ്പസ്ഫുള്ളി ചെയ്തിരിക്കുന്ന പാട്ടാണ്. ബാക്കി പാട്ടുകൾക്ക് നമ്മള് പിന്നെ
നമ്മുടെ ആ ഒരു എന്താ പറഞ്ഞ Flow-ല് ഫ്ലോയിൽ പോകുന്ന പോകുന്ന ഇങ്ങനെ കേട്ട് മീൻസ് പലരും കേട്ട് പോകുന്ന അങ്ങനത്തെ അപ്പൊ നമുക്ക് ഒരിക്കലും പഴയ പാട്ട് ഇപ്പം പണ്ടത്തെ പോലെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിന് ഭയങ്കര പ്രശ്നങ്ങളുണ്ട് സാമ്പത്തികപരമായിട്ട്. കമന്റ് ഉണ്ടായിരുന്നു ഇളയരാജ സോങ്സ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പറ്റാത്തതാണോ ഇതേ പാട്ട് തന്നെ എടുത്തത്. അപ്പൊ അങ്ങനെ മുജീബിനടുത്ത് പറഞ്ഞ മുജീബാണ് പറഞ്ഞത് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. എപ്പോഴും നമുക്കൊരു ആത്മവിശ്വാസക്കുറവുണ്ട് ഇത് വർക്കാവും. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം ഭയങ്കര രസമായിട്ട് വന്നു. ഭയങ്കര എല്ലാ പാട്ടും പിന്നെ 2-3 പാട്ടൊക്കെ ഭയങ്കര ചാലഞ്ചിങ് ആണല്ലോ അങ്ങനെ ഒരു സംഭവം വർക്കാവില്ലേ എന്നുള്ളൊരു. 1-2 പാട്ടൊക്കെ ഭയങ്കര രസം. എനിക്ക് പേഴ്സണലി ഭയങ്കര അങ്ങനെയാണ് നമ്മൾ ആ പാട്ട് ഔട്ട് ചെയ്തത്. എനിക്കും ഈ പാട്ട് പ്രത്യേകിച്ച് ആ സിറ്റുവേഷനിൽ പ്ലേസ് ചെയ്യുന്ന സ്റ്റുഡിയോ പോയിരുന്നു പ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കര ഹൈ ആയിട്ട് ഇത് കറക്റ്റ് സാധനമാണല്ലോ. കാരണം അതൊരു ടൂളായിട്ട് വരുന്നുണ്ട് സിനിമയിൽ. ഈ നിലാക്കായി ഐഡിയ ആണ് പടത്തിന്റെ സൗണ്ട് ഐഡിയ ഈ പാട്ടാണ്. നിലാക്ക് കുറച്ചുകൊണ്ട് ഒന്ന് വരി, ശബ്ദം കേൾക്കുന്നില്ലല്ലോ. പ്രണയം പ്രണയമാണ് ആ പടം. പടത്തിന്റെ പുറകിലിരിക്കുന്നത് അൾട്ടിമേറ്റ്ലി പ്രണയം ബേസ് ചെയ്തിട്ടുള്ളൊരു സോറി ഞാൻ പറഞ്ഞു പോയല്ലേ. കട്ട് ചെയ്യണോ? സ്പോയിലർ ആണോ? ഓക്കെ. ഇപ്പം മമ്മൂട്ടിയുടെ ഇന്റർവ്യൂ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു കാര്യമാണ്, വിനായകനെ കുറിച്ചിട്ട് ചോദിക്കുന്ന സമയത്ത് പറയുന്നത് ഭയങ്കര ഓണസ്റ്റ് ആയിട്ടുള്ള ആക്ടറാണ്. ആ ഒരു ഓണസ്റ്റി കൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും ഇവിടെ മലയാള സിനിമയിൽ തുടരുന്നത് എന്നുള്ളൊരു സാധനമാണ്. ഇപ്പം മമ്മൂട്ടിയെ പോലെ ഒരു ആക്ടർ വിനായകൻ സത്യസന്ധനായ നടനാണെന്ന് അഭിനന്ദിക്കുമ്പോൾ വിനായകൻ അത് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? എനിക്കൊന്നും തോന്നുന്നില്ല. കാരണം ഞാൻ പുള്ളിയുടെ അത്ര ക്ലോസ് ആണ്, വെൽ കണക്റ്റഡ് ആണ്. ലൈക്ക് സംസാരിക്കാറൊന്നുമില്ല ഞാൻ പുള്ളിയായിട്ടൊന്നും. ഞാൻ പുള്ളിയുടെ അടുത്ത് പോലും പോകാറില്ല. എനിക്ക് ഇഷ്ടമല്ല എന്ന് വെച്ചാൽ എനിക്ക് പറ്റില്ല. ഹി ഗോട്ട് ദാറ്റ് മച്ച് ഓഫ് വാട്ട് ഒറ. അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ട് ഞാൻ പലപ്പോഴും ശ്രമിച്ചു. നമുക്കിവിടെ അടുത്തൊന്ന് പോയി ഇരിക്കണം. പുള്ളി അപ്പോഴും എന്നെ വിളിച്ചിങ്ങനെ ഇരുത്തും. ഞാൻ അപ്പൊ തന്നെ എനിക്ക് ഓടിക്കളെ. അത് പറ്റില്ല. എനർജി ഫ്രീക്വൻസി പറ്റില്ല എനിക്ക്. അതാണ് ഞാൻ മമ്മൂക്കയുടെ മുമ്പിൽ ഇരിക്കില്ല ഒരിക്കലും. ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് പറ്റുമോ? നമുക്ക് കാണാനുള്ള അങ്ങനെ അവസരങ്ങളില്ലല്ലോ. അതാണ് അവസരം. ഞാൻ ഒരു ദിവസം ഞാൻ മമ്മൂക്കായിട്ട് പറയാം, നിങ്ങളെ വിളിച്ചിട്ട് ഇരുത്താൻ. മമ്മൂക്കയുടെ മുമ്പിൽ നമുക്ക് ആർക്കും ഇരിക്കാൻ പറ്റില്ല. ഹി ഗോട്ട് ദാറ്റ് മച്ച് ഓഫ് ഓറ. അത്ര ഓറയാണ് പുള്ളിയുടെ കയ്യിൽ. ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഡോർ പോലും തുറക്കാൻ പറ്റില്ല. അതാണ് മമ്മൂക്ക. ഓക്കെ. ഇപ്പം നമ്മൾ DSERAയിൽ പോറ്റിയായിട്ട് വന്നു. അപ്പം ഇപ്പം എല്ലാവരും പറയുന്നൊരു സാധനം എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ബ്രഹ്മയുഗത്തിലെ പോറ്റിയായിട്ടുള്ള കണക്ഷൻ ഉണ്ടോ അതൊക്കെ അങ്ങനെ പറഞ്ഞു. അപ്പം ആ പോറ്റിയുടെ ഒരു തുടർച്ചക്കാരനായിട്ട് വന്നു. ഇപ്പം കളങ്കാവലിൽ മമ്മൂട്ടിക്ക് ഒപ്പാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മമ്മൂട്ടിക്കൊപ്പം കാണുന്ന സമയത്ത് നമ്മൾ പോറ്റീനെ അഭിനയിച്ചിട്ടും ഉണ്ടല്ലോ. അപ്പം ആ കൈൻഡ് ഓഫ് കോൺവെർസേഷൻസ് അദ്ദേഹമായിട്ട് നടത്താൻ കഴിഞ്ഞിരുന്നോ? ബ്രഹ്മയുഗം പോറ്റിയും കാരണം ഞാൻ പറയാം, ഞാൻ അതിനു മുമ്പ് തന്നെ ഇതിനെ കൊന്ന്. സത്യം അതാ പറഞ്ഞു കൊടുക്കുക. ബേസിക്കലി DSERAയ്ക്ക് മുന്നേ ചെയ്ത പടമാണ് കളങ്കാവൽ. ഷൂട്ട് നടക്കുന്നത് ആദ്യം നടക്കുന്നത് കളങ്കാവലിന്റെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരെ ജോയിൻ ചെയ്തതാണ് അതിലേക്ക്. അപ്പൊ എനിക്കിത് ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലായിരുന്നു. ആ സിനിമയിൽ എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താ ഫാമിലിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ടോ, ഒന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ നിന്ന് എനിക്ക് നേരെ കോൾ വരുന്നത് അങ്ങോട്ടേക്ക്. ഇപ്പൊ DSERA ഇറങ്ങിയതിന് ശേഷം അദ്ദേഹമായിട്ട് അങ്ങനെ എന്തെങ്കിലും പോറ്റി സംസാരങ്ങളെങ്ങാനും സംസാരം ഉണ്ടായില്ലെങ്കിലും അടുത്ത് പോകുമ്പോഴും പോകാൻ പറ്റൂല. വിറച്ച് ഞാൻ നോക്കുമ്പോ വിറക്കണെന്ന് പുള്ളി ഇരുന്നിട്ട്. മമ്മൂക്ക് വന്നപ്പോ പുള്ളി വിറക്കണം. ഞാൻ നോക്കുമ്പോ സ്റ്റിയറിംഗ് പിടിക്കാൻ പറ്റില്ല. ഓർമ്മ എന്റെ കയ്യിൽ നിന്ന് വിട്. എന്നിട്ട് ഇപ്പൊ ഭയങ്കര ഡയലോഗ്. വിറക്കണേണ്. ഞാൻ നോക്കുമ്പോ എന്നെ തന്നെ കണ്ടിട്ട് വിറച്ച്. മമ്മൂക്കൻ കൂടി വന്നിട്ട് അടുത്തിരിക്കുന്ന ആളാണ് വണ്ടി ഓടിക്കുമ്പോ അടുത്ത് വിറച്ചട്ടെ എടുത്തുറാൻ. പോലീസുകാരനാണ് പോലും. പോലീസുകാരൻ നമുക്ക് എല്ലാവർക്കും ഒരു സ്വാഭാവികമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമ്മളെപ്പോഴും. പുള്ളി ഓക്കെയാണ്, ഞങ്ങൾക്ക് ഓക്കെ അല്ല. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഇരിക്കാൻ പറ്റില്ല പുള്ളിയുടെ അടുത്ത്. അത്ര ഹെവിയാണ് മമ്മൂക്ക. പിന്നെ പേടിച്ചോ? ഇതൊക്കെ പേടിച്ച് ഞാനും അവസാനം ഞാനും. ഇപ്പം ഖാലിദ് റഹ്മാൻ ഉണ്ടേനെ പറ്റിയിട്ടുള്ള ഒരു സീനില് പറയണ സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഒരാൾ പോക്കറ്റ് അടിക്കാൻ നിൽക്കുന്ന സമയത്ത് നോക്കിയിട്ട് മമ്മൂട്ടി ഫസ്റ്റ് സീനിൽ ഒരു ചിരി തന്നു. എന്നാലും മമ്മൂട്ടിയെയാണല്ലോ കയ്യിൽ കിട്ടിയേക്കുന്നത്, അതുകൊണ്ട് പിന്നെയും അഭിനയിപ്പിച്ച് നോക്കാനുള്ള ഒരു കൊതി തോന്നി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പം ജിതിനിപ്പം
ഓഫ് കോഴ്സ് മമ്മൂട്ടിയാണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ടീച്ചർ വന്ന സമയത്ത് സിഗരറ്റ് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന സീൻ ഉണ്ടല്ലോ. അപ്പം അത് ഫസ്റ്റ് ടേക്കിൽ വന്ന സമയത്ത് ഇത് പിന്നെയും ചെയ്യിപ്പിച്ച് നോക്കാം, അങ്ങനെ ഒരു കൊതി തോന്നിയായിരുന്നോ? മൊത്തത്തില് ഞാൻ പറയാൻ ഉത്തരം നടക്കൂല. അല്ല ഞാൻ അങ്ങനെ പിന്നെയും ചെയ്യിപ്പിച്ച് അങ്ങനെ അല്ല, ഇവിടെ ഒരു ആഗ്രഹത്തിന് ഒരു നമുക്ക് ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു സാധനം കിട്ടി അത് എടുക്കുക എന്നുള്ളതായിരുന്നു. കാരണം അദ്ദേഹം എപ്പോഴും നമുക്ക് എക്സൈറ്റ്മെന്റ് തന്നുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ രീതിയിൽ. ഈ പർട്ടിക്കുലർ സീനിലാണെങ്കിൽ എനിക്ക് ആദ്യം ഒരു സാധനം ചെയ്തു, അപ്പം എന്റെ ഒരു വേറൊരു വേരിയേഷൻ കൂടെ നോക്കി, അത്ര പോയുള്ളൂ, അല്ലാതെ കൂടുതലോട്ടൊന്നും പോയില്ല. കാരണം നമ്മള് പറഞ്ഞ് വെച്ചിരിക്കുന്ന ഷോർട്ട് ഡിവിഷനകത്ത് എന്താണ് നമ്മൾ കൺവേ ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് അദ്ദേഹത്തിൻ്റെതായ ചില ഇൻപുട്സ് വെച്ചിട്ട് ഒരു സാധനം ഇൻപുട്ട് തന്നുകൊണ്ടിരിക്കും. അതെപ്പോഴും നമുക്ക് ആസ് എ ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പം അതിൽ നമ്മൾ ഹാപ്പി ആയിരുന്നു. ആസ് ആക്ടർ ഞങ്ങൾക്കും അതാണ്. ഈ ഫസ്റ്റ് ടൈം തന്നെ നല്ലൊരു സാധനം കിട്ടുമ്പോൾ പിന്നെ ഈ ആർക്കായാലും അതിനപ്പുറത്തേക്ക് നമുക്ക് സബ്ജക്റ്റീവായ കാര്യങ്ങളാണ്. അത് ഞങ്ങൾ ചെയ്യുന്നതാണ്, ആക്ടേഴ്സ് ചെയ്യുന്നതാണ്. നിങ്ങളും മമ്മൂക്ക തന്നെ ചെയ്തത് അത് നമ്മൾ ചെയ്യുന്നതാണ്. അത് പുള്ളി പറയും ഇങ്ങനെ ഒരു സംഭവമാണ്. അല്ല അങ്ങനെയല്ല. ഇപ്പം ആക്ടേഴ്സിനെ അഭിനയിക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കാണെങ്കിലും ഒരു ഷോട്ട് നമ്മൾ ചെയ്യുന്നു, അപ്പം നമുക്ക് തന്നെ പല ടേക്സ് പോയിട്ടുണ്ട് ഡയറക്ടർ പറഞ്ഞിട്ടാണെങ്കിലും നമുക്ക് തന്നെ തോന്നും ഇതിനകത്തെ ഇതാണ് ബെസ്റ്റ് ഷോട്ട്, ഇത് തന്നെ ആയിരിക്കും ഡയറക്ടർ എടുക്കാൻ പോകുന്നത്. നമുക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവും നമ്മൾ അഭിനയിച്ച് കഴിഞ്ഞ ഉടനെ. ആക്ടേഴ്സിന് ആ സംഭവം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എങ്ങനെ ഡയറക്ടറായിട്ട് സംസാരിക്കുമോ? നമ്മളൊരു പക്ക ഷോട്ട് ചെയ്ത് കഴിഞ്ഞു ഡയറക്ടർ പറയുമ്പോൾ റിയാലിറ്റി എന്താണെന്ന് വെച്ചാല് അവിടെ ഒരു പുഷർ ഉണ്ടാവും, ഒരു ഫോക്കസ് പുള്ളർ ഉണ്ടാകും, ഒരു പുഷർ ഉണ്ടാവും, ലൈക്ക് ട്രോളി പുഷ് ചെയ്യണവൻ, ക്യാമറയുടെ ഒരു മൂവ്മെന്റ് ഉണ്ടാവും. അതിൽ നമ്മൾ ആ റിതത്തിലോട്ട് വരുമ്പോൾ നമുക്കത് കാണാൻ പറ്റും ഇതാണ് ദ ബെസ്റ്റ് എന്ന്. ഇത് ഫോക്കസ് ഫുൾ ചെയ്യണവനും ട്രോളി പുഷ് ചെയ്യണവനും ക്യാമറ മൂവ് ചെയ്യണവനും, ക്യാമറമാൻ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും, പുറകിലായിരിക്കും. അവരിപ്പോ പുതിയ ടെക്നോളജി ഉള്ളതുകൊണ്ട് പുറകിലിരിക്കാം. നമുക്കത് ആ റിതം ഇങ്ങനെ മാച്ച് ചെയ്യും, റിയാലിറ്റി ആ റിതം ക്രിയേറ്റ് ആകണം. ടൈമിങ് തെറ്റിയാൽ പൊട്ടിപ്പോകും. അത് ക്യാമറമാൻ, ഫോക്കസ് പുള്ളർ, ട്രോളി പുഷർ, മുരളി എൻ്റെ ഫ്രണ്ടാണ്, ലൈറ്റർ, അങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് അപ്പം തന്നെ നമുക്ക് അറിയാതെ സാധനം കറക്റ്റ് ആണെന്ന്. കിഷ്കിന്ദാകാണ്ടാണെങ്കിലും എക്കോ ആണെങ്കിലും അപ്പൊ രണ്ട് മൂവിയിലും അതിന്റെ ഒരു മ്യൂസിക്കിന് ഭയങ്കര പ്രാധാന്യം. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഇപ്പൊ ഇലകളുടെ ശബ്ദമായിക്കോട്ടെ, നടക്കുന്ന ശബ്ദമായിക്കോട്ടെ, ആ ഒരു വേൾഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യിപ്പിക്കാനുള്ള കുറച്ച് മ്യൂസിക്കാണ് അതിനകത്തൊക്കെ അധികം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കളങ്കാവിൽ വരുന്ന സമയത്ത് നമ്മൾ പക്ഷെ ഫസ്റ്റ് കേൾക്കുന്നത് മുഴുവൻ പാട്ടുകളാണ്, ബാക്ക് ടു ബാക്ക് ഒരുപാട് പാട്ടുകളാണ്. അപ്പോൾ ഈ സിനിമകളിൽ നിന്നും വളരെ ഇപ്പം മുജീബിൻ്റെ കരിയറിൽ വളരെ ബെസ്റ്റിൽ നിൽക്കുന്ന 2 പടങ്ങൾ പറഞ്ഞു, മറ്റു സിനിമകളും ഉണ്ട്. അതിൽ നിന്നും കളങ്കാവിലേക്ക് എത്തുമ്പോൾ മ്യൂസിക് വൈസ് ഭയങ്കര ഡിഫറെൻ്റ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഒരു പ്രോസസ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നോ ഈ സിനിമകളെ കമ്പയർ ചെയ്യുമ്പോൾ? പ്രോസസ്സിൻ്റെ അല്ല, ഇതിൽ സ്ക്രീനിലൊരു മാജിക് ഉണ്ട്. അപ്പോൾ ആസ് എ മ്യൂസിക് കമ്പോസർ അത് പ്രോപ്പറായിട്ട് ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ സ്ക്രീനിൽ എന്താണോ ആവശ്യം അത് കൊടുക്കുക, അത് ബെസ്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മ്യൂസിക്കലി ഇപ്പോൾ പറഞ്ഞ പോലെ ത്രില്ലേഴ്സാണ് ഞാൻ കൂടുതൽ കുറച്ചായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ത്രില്ലേഴ്സും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് എന്തെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ പോലെ ജിതിനൊരു വിഷൻ ഉണ്ട്. പുള്ളി എന്താണ് ഒരു സീൻ ഉദ്ദേശിക്കുന്നത്, ആ മൂഡ് എത്രത്തോളം ലിഫ്റ്റ് ചെയ്യണം, ഞാൻ ഒരിക്കലും ഓവർഡ് ചെയ്യാൻ പാടില്ല മ്യൂസിക്കിൽ. അപ്പം അതൊക്കെയാണ് മെയിൻ നോക്കാറ് സ്കോർ ചെയ്യുമ്പോൾ. പുള്ളി ഒരു മ്യൂസീഷ്യൻ എന്നുള്ളത് അറിയില്ലേ? പുതിയ പാട്ട് കേട്ടോ? പുതിയ പാട്ട്, ലേറ്റസ്റ്റ് പാട്ട് ഇല്ല. ഇംഗ്ലീഷ് പാട്ടിന്റെ മ്യൂസിക് ഇന്റർനാഷണൽ പാട്ട് പുള്ളി മിക്സ് ചെയ്ത് ഇറക്കിയിരിക്കണ ലിറിക്സ്. ആണോ? മറ്റേ റെഡ് ഇവരൊക്കെ കൂടിയാണ്, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അറിയില്ല അത് ജിത്തിനാണ് എഴുതിയതും മ്യൂസിക്. അയ്യോ ഞാനതിന്റെ നമുക്കിപ്പോ അറിയാലോ ഇത് മുഴുവൻ ചെയ്തിട്ടുള്ള. എനിക്ക് ഞാൻ പാട്ട് കേട്ടു, പക്ഷെ കിട്ടില്ല. അതിന്റെ ഒരു അനുഭവം പറഞ്ഞു. മ്യൂസിക് ഡയറക്ടർ, 2 മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ പടത്തില്. പണ്ട് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ ഇത് ഫസ്റ്റ് ടൈം ആണ് അതിനൊക്കെ മുമ്പ് ചെയ്തത്. അത് ഇദ്ദേഹം ഉള്ളതുകൊണ്ട് സംഭവിച്ചത്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ ഇടി ഉണ്ടാക്കിയത് മ്യൂസിക്കിനെ വെച്ചിട്ടാ. എന്ത് ഇടി, കുറെ ഇടി ഉണ്ടാക്കി. കുറെ ദിവസം കൊണ്ട് വിളിക്കുമ്പോഴെല്ലാം നിലാക്കായത്തിന്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹം ഒരു മ്യൂസീഷ്യൻ ആണ്, അതുകൊണ്ട് ഉള്ള ഒരു. ഞാനും മ്യൂസീഷ്യൻ ആണ്. അതുകൊണ്ട് 3 ഇരിക്കുന്നത്. ഇത് കാണാൻ പോലീസുകാരാണ്.
ഇത്രയും മ്യൂസിക്കില് ഇത്രയും പ്രാവീണ്യമുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോ അല്ല, എന്തെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് ഇടാറുണ്ടോ? ഇടയ്ക്ക് രണ്ടുപേരൊക്കെ പാടും. കയ്യിൽ നിന്ന് ഇടുന്നതല്ല, ഇവിടെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കയ്യിൽ നിന്ന് ഇടുന്ന ആളെന്ന് പറഞ്ഞാൽ ഈ നടുക്ക് ഇദ്ദേഹം തന്നെയാണ്. കാര്യം ഓരോ മൊമെന്റിലും ഈ കഥകളും കവിതകളും മ്യൂസിക്കൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. കൂട്ടത്തിൽ ഇരിക്കുന്നവർക്ക് തന്നെ ഓരോ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായാലും അതിനെ സംബന്ധിച്ച് നല്ല ഒരു കാര്യം പറയാം, കവിതകളൊക്കെ പുള്ളി സൈലന്റ് ആണെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഒരു വയലന്റ് ആണ്, സൈലന്റ് കില്ലറാ. സൈലന്റ് അല്ല, ഇമോഷണൽ ഇന്റലിജൻസ് ആണ് പുള്ളി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അല്ല, ഇഷ്ടം പോലെ ഈ കവിതകൾ നേരത്തെയും പുള്ളി എഴുതിയിട്ടുണ്ട്. എനിക്കറിയാം, എനിക്ക് അനുഭവമുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പലരെയും അനുഭവം അങ്ങനെ തന്നെ പറയേണ്ടി വരും. അമ്മാതിരി കവിതകൾ, ഡ്രൈവ് ഒക്കെ പോണം, ഗംഭീര കവിതകൾ കിട്ടും നമുക്ക്. ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്ത് പുള്ളി തന്നെ വരികൾ ഉണ്ടാക്കി ആ മൊമെന്റ്. ടാഗോറിനെ പറ്റിയൊക്കെ നല്ല ഗംഭീരമായിട്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. ഒരു 10-12 വരി ആ ഒരു മൊമെന്റിൽ തന്നെ അതിന്റെ ഒരു മ്യൂസിക്. വണ്ടിക്കകത്തിരുന്ന് അത് പാടാൻ പറ്റത്തുള്ളൂ, പുറത്തിറങ്ങി പാടാൻ പറ്റില്ല. അമ്മാതിരി ടാഗോറിനെ പറ്റി ടാഗോറിനെ പറഞ്ഞിട്ടുള്ളൂ, രവീന്ദ്രനാഥ് ടാഗോറിനെ ഞാൻ പറഞ്ഞിട്ടില്ല. ടാഗോർ തിയേറ്റർ ആണ് ഉദ്ദേശിച്ചത്. തിരുവനന്തപുരത്ത് IFFK അനുഭവം. അത് ആരുടെ അനുഭവം എന്ന് മാത്രം ചോദിക്കുന്നത്, ഞാൻ പറയും. ഇല്ല, ഞാൻ അവിടെ നിർത്തി. ഓക്കെ, കൊള്ളാം. പല കഥകളും അറിഞ്ഞറിഞ്ഞു. കഥകളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. കഥയൊന്നുമില്ല, കഥയൊക്കെ ഇതിനും കഴിഞ്ഞാലും ഒരു ആക്രമണം പുള്ളിയുടെ കഥ അറിയാം, ഞാൻ പറയട്ടെ. മുണ്ടല്ലേ, കേക്കട്ടെ. വേണ്ടല്ലേ, അരുതബു അരുത്. നല്ല കഥയുണ്ട്. ഞാൻ പുള്ളി പറഞ്ഞ ഏറ്റവും കൂടുതൽ സംഭവം ഒരു വൈബ് അല്ലേ, ഒരുമിച്ച് അല്ലേ ഏറ്റവും കൂടുതൽ എന്റെ എല്ലാ 50 സീക്വൻസ് ഉണ്ടെങ്കിൽ 50 സീക്വൻസിലും പുള്ളിയുണ്ട്. പുള്ളി എല്ലാം കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എല്ലായിടത്തും ഞങ്ങൾ ഒരുമിച്ച 2 ക്യാരക്ടേഴ്സാ. ഇപ്പം ഇതിനകത്ത് നത്ത് എന്നുള്ളൊരു സംഭവം പറയുന്നുണ്ട്. പിന്നെ ഈ പാട്ടിനകത്ത് ഒരു മൂങ്ങേന്റെ വിഷ്വലൊക്കെ വരുന്നുണ്ട്. പിന്നെ പക്ഷെ ഇവിടെ മമ്മൂട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത് മുഴുവൻ പോസ്റ്റേഴ്സിൽ ചിലന്തി വല തീർക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിലാണ്. ഈ നത്തിന്റെ ഇമേജറി ആ ക്യാരക്ടറിനെ പറ്റി പറയാൻ പറ്റുമോ? അവിടെയാണോ നത്തിരിക്കുന്നത്? അത് പറഞ്ഞ ചോദ്യം കറക്റ്റ് ആണ്. ഈ ജസ്റ്റ് കണ്ടപ്പോ ഇങ്ങനെ തോന്നി, ആളിങ്ങനെ നോക്കുന്നത് വെച്ചാൽ നൈറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ വീക്ഷിക്കുന്ന അങ്ങനെയൊക്കെയാണോ ഒരു അങ്ങനെ ഇത്രയൊക്കെ പറയുന്നത്? ചെറിയ ചില സിമിലീസ് പോലെ വരുന്ന സാധനങ്ങളാണ്. പിന്നെ അത് ഇങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് പരിമിതി ഉണ്ടെന്നേ ഉള്ളൂ. ചോദ്യം കറക്റ്റ് ആണ്, ചോദിച്ച കാര്യങ്ങൾ കറക്റ്റ് ആണ്. അത് നമ്മള് പടത്തിന്റെ വരുന്ന എലമെന്റ്സ് ആണ്. കഷ്ടപ്പെട്ട് ആലോചിച്ച് പറഞ്ഞത്. കീ പോയിന്റ് ആണ്, കീ വേർഡ് ആണ് പടത്തിന്റെ. ഓക്കെ എന്നാ അത് നമ്മള് കണ്ടന്റ് അറിഞ്ഞോട്ടെ. അധികം അറിഞ്ഞിട്ട് കാണുമ്പോ ഒരു ഫീല് പോകും. ഇപ്പം ഈ പടത്തിന്റെ പ്രൊമോഷന്റെ സ്ഥലത്ത് ഇപ്പൊ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ നമുക്ക് ഒരു പടത്തിന് ഹൈപ്പ് ഉണ്ടാക്കണമെങ്കിൽ അതിനകത്ത് ഇപ്പൊ മമ്മൂട്ടിയെ പോലെ ഒരു ആക്ടർ അവിടെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇതിന്റെ ട്രെയിലറിൽ കൊടുക്കുന്ന സീനാണെങ്കിലും ബാക്കി സ്ഥലത്താണെങ്കിലും ഭയങ്കര അണ്ടർ പ്ലേ ചെയ്യാണല്ലോ. അദ്ദേഹം വരുന്ന സ്പേസസ് കുറവാണ്, മൊത്തം സാധനങ്ങൾ അണ്ടർ പ്ലേ ചെയ്യാണെന്ന് വന്നു. അപ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ പറഞ്ഞാണ് അത് കൊതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. ലൈക്ക് ആ ഡയറക്ടറും അണിയറ പ്രവർത്തകരും കൂടെ അപ്പൊ നമുക്കതിങ്ങനെ ഇച്ചിരി കാണുന്ന സമയത്ത് കുറച്ചുകൂടെ കാണണം എന്നുള്ളൊരു ഫീല് കിട്ടും. അപ്പൊ ഒരു കൊതി ക്രിയേറ്റ് ചെയ്യാണെന്ന് പറഞ്ഞു. ശരിക്കും അത് തന്നെയാണോ ടെക്നിക്ക്? ശരിക്കും അത് തന്നെയാണ്. പക്ഷെ അതിലോട്ട് നമ്മൾ അങ്ങനെ അങ്ങനെ പൂർണ്ണമായും പർപ്പസ്ഫുള്ളി ചെയ്തതല്ല. അതിന് കാരണങ്ങളുണ്ട്. കാരണം നമ്മൾ ഈ പടത്തിന്റെ ഒരു ജോണറും സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പത്തേനും ഇങ്ങനെയുള്ള പടങ്ങളിൽ കുറച്ചും കൂടെ സർപ്രൈസ് എലമെന്റ്സ് തിയേറ്ററിൽ വരുന്നതാണ് ആ സിനിമയെ നല്ലതായിട്ട് എൻഹാൻസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു പരിധിക്കപ്പുറം കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നതിന് പരിമിതികളുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പരിമിതിക്കുള്ളിൽ നിന്ന് ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തിയത്. കുറച്ച് കൊടുത്ത് ആ ഒരു ഈ പറഞ്ഞ കൊതി അങ്ങ് നിർത്തി പോകാം എന്നുള്ള രീതി ചെയ്യാം. നമ്മൾ വർക്ക്ഔട്ട് ചെയ്തപ്പോഴത്തേനും കുഴപ്പമില്ലാതെ ഔട്ട്സ് വന്നു. അപ്പം പിന്നെ അങ്ങനെ ചെയ്യാൻ. ഇത് കുറ്റാന്വേഷണം അല്ലേ, നമുക്ക് പല കാര്യങ്ങളും പറയാൻ പറ്റില്ല. നോർമൽ ഇപ്പൊ മറ്റുള്ള പടങ്ങളിൽ ഇപ്പൊ ജയിലറിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. പക്ഷെ ഇതിനെ കുറിച്ച് അങ്ങനെ കുറ്റാന്വേഷണമാണ്. സോ നമുക്ക് ആ എക്സൈറ്റ്മെന്റ് ഇങ്ങനെ നിർത്തിയിട്ടാണ് പടം പോകുന്നത്. അതുകൊണ്ട് പലതും ഈ പടത്തിനെ കുറിച്ച് പറയാൻ പറ്റില്ല. അതിന്റെ ഒരു ലിമിറ്റ്. അതാണ് അതിന്റെ മുമ്പ് ചില സിനിമകളൊക്കെ ഇതുപോലെ ടീസറും ട്രെയിലറും ചെയ്യുന്നതിന് പരിമിതികൾ. പിന്നെ ചില സിനിമകൾ നമുക്കറിയാം, പിന്നെ സിനിമയിലെ ഇല്ലാത്ത സാധനങ്ങൾ വെച്ച് ട്രെയിലർ ചെയ്ത സിനിമകളുണ്ട്. അത് ഓരോരുത്തരും അങ്ങനെ ചെയ്യുന്നതാണ്. കാരണം പറയാൻ പരിമിതികൾ വരുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അതിന്റെ എക്സൈറ്റ്മെന്റ് പോയി. ഒരു ഡേ എങ്കിലും ഫസ്റ്റ് ഷോ എങ്കിലും
അതൊന്ന് നിൽക്കണം, അത്രേ ഉള്ളൂ. എന്തായാലും ഞാനാണ് നായകൻ, അത് ഉറപ്പിച്ചു. ഇനി അതിനകത്ത് സംശയമൊന്നും ഇല്ല, വേണ്ട. ഒരു സംശയം വേണ്ട, ഞാനാണ് നായകനാണ് നായകൻ. ഒരു സിനിമയിൽ ഒന്നിൽ കൂടുതൽ നായകന്മാർ വരാനുണ്ട്. ഇത് ഇവിടെ ഉണ്ട്. ഞാനൊരു നായകനാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഈ സിനിമയിലെ ക്യാരക്ടറിനെ പറ്റിയിട്ട് അധികം റിവീൽ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ വേറെ കാര്യം, ഇപ്പൊ പെറ്റ് ഡിറ്റക്റ്റീവ്സ് ആണല്ലോ തൊട്ട് മുമ്പ് വന്ന ഒരുപാട്, അതിനെ പറ്റിയും ചോദിക്കാം. അപ്പം ഒരുപാട് വേഷങ്ങൾ അങ്ങനെ നിറച്ചും ബാക്ക് ടു ബാക്ക് ചെയ്യുന്ന ഒരു നടനല്ല വിനായകൻ. പക്ഷെ ചെയ്തിട്ടുള്ള കുറെ കോമഡി വേഷങ്ങളും അതിനകത്തുള്ള പർട്ടിക്കുലർ ഡയലോഗുകളൊക്കെ ഇപ്പൊ ഡ്യൂഡിലാണെങ്കിലും പണ്ട് ചതിക്കാത്ത ചന്തുവിനകത്ത് ഇപ്പൊ പ്രേമം തോന്നാൻ ഇത്ര അതിനെയൊക്കെ കുറഞ്ഞ് ഒരു അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അപ്പൊ പല രീതിയിൽ ഭയങ്കരമായിട്ട് ബോഡീനെ ഉപയോഗിച്ചിട്ടും കോമഡി ചെയ്യലുണ്ട്, അല്ലെങ്കിൽ വളരെ ചെറിയ ഡയലോഗ് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. വിനായകൻ എന്ന നടന് കോമഡി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണോ, എക്സൈറ്റിംഗ് ആണോ? അതോ കോമഡിയൻ ലൈഫിൽ തന്നെ എന്റെ അത്രയും വല്ല കോമഡിയൻ ഇല്ല. കണ്ടില്ലേ, ചരിത്രം കണ്ടില്ലേ, എന്ത് കോമഡി, എന്ത് പൊട്ടനാണല്ലേ. കോമഡിയാണ് ടു മേക്ക് പീപ്പിൾ ലവ്. ചെയ്തിട്ടുള്ള ഈ കോമഡി വരുന്ന വേഷങ്ങളിൽ ചെയ്തിട്ടുള്ളതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട വേഷമുണ്ടോ, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്? ജയിലർ. ജയിലറിലെ വേഷമാണ്. ജയിലറാണ് ഏറ്റവും വലിയ കോമഡിയൻ. ഞാൻ ചെയ്ത ഏറ്റവും വലിയ കോമഡി ക്യാരക്ടർ ജയിലറാണ്. ഓക്കെ, നമ്മൾക്കൊക്കെ പക്ഷെ ടെറർ ഫീൽ ആയിരുന്നു. അപ്പൊ തന്നെ ഡാൻസ് ചെയ്യണേ, വലിയ കോമഡി എന്താ, ഹ്യൂമർ സെൻസ് ആണ്. ഓക്കെ ഓക്കെ. ഞാൻ ചെയ്തതിൽ ഏറ്റവും വലിയ കോമഡി ക്യാരക്ടർ ജയിലറിൽ വർമ്മനാണ്. ഓക്കെ, ജയിലർ 2 താങ്കളും ഫ്ലാഷ് ബാക്കിലൊക്കെ വരുന്നൊക്കെ എങ്ങനെ? ഇല്ല, കൊല്ലരുത് സാർ, കൊല്ലരുത്, ജീവിച്ചു നോക്കട്ടെ. ഉണ്ട്, ഞാനുണ്ട് പടത്തില്. ഇനിയിപ്പോ അത് പറയാതിരിക്കും, എല്ലാരും ചോദിച്ചു. ഞാൻ ഉണ്ട് എന്തായാലും പടത്തില്. എങ്ങനെയാണെന്നുള്ളത് എന്നോട് ചോദിക്കരുത്. ഇല്ലില്ല, ചോദിക്കുന്നില്ല. ഞാൻ പടത്തിലുണ്ട്, ജയിലർ 2 ഉണ്ട്. ഇപ്പോൾ കുറുപ്പ് എന്ന് പറയുന്നതും റിയൽ ലൈഫ് ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റോറിയാണ്. അതിനകത്ത് ഫിക്ഷണൽ എലിമെന്റ് ചേർത്തിട്ട് ചെയ്യുന്നു. ഇപ്പോൾ കളങ്കാലിനകത്തും ആണെങ്കിലും ഇപ്പോൾ സൈനൈഡ് മോഹൻ്റെ ഒരു സ്റ്റോറി പറയുന്നുണ്ട്. അതായിരിക്കാം അല്ലായിരിക്കാം, അങ്ങനെ കുറേ റിയൽ ലൈഫ് സംഭവങ്ങളാണെന്ന് നിങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ജിതിന് ഇഷ്ടം ഈ സ്റ്റോറീസ് ആണോ, റിയൽ ലൈഫ് എന്നുള്ള സംഭവങ്ങൾ ചെയ്യാനാണോ ഫിൽം മേക്കിന് താല്പര്യം? പിന്നെ അങ്ങനത്തെ റിയൽ ലൈഫ് സ്റ്റോറീസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ളൊരു നമ്മുടെ ഇമാജിനേഷൻ ഒരു ബൗണ്ടറിയും വരുമല്ലോ, അപ്പോൾ അതിനെയും ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമുണ്ടായിട്ട് സംഭവിച്ചതല്ല, അത് രണ്ടും യാദൃശ്യമായിട്ട് അങ്ങനെ സംഭവിച്ചതാണ്. കുറച്ചും കൂടെ ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികളോ, ക്രൈം ത്രില്ലറോ അല്ലെങ്കിൽ ആക്ഷൻ ഓറിയന്റഡ് അങ്ങനെ സിനിമകളോട് താല്പര്യമുണ്ട്. ഇത് രണ്ടും യാദൃശ്യമായിട്ട് സംഭവിച്ചതാണ്. എന്നെ വെച്ചിട്ട് ആക്ഷൻ ഫിലിം ചെയ്തിട്ടുണ്ട് പുള്ളി ഓൾറെഡി. സൈൻ ചെയ്ത് ഞാൻ. പുള്ളിക്ക് ആക്ഷനെ ഭയങ്കര ഇഷ്ടം, ഇത്രയും പറഞ്ഞു. പിന്നെ കുറുപ്പില് കുറച്ചും കൂടെ അതിന്റെ ഡയറക്ടർ ശ്രീനാഥ് ഏട്ടന്റെ കൂടെ ഒരു ഇതിന്റെ പുറത്ത് സംഭവിച്ചതാണ്. നമ്മുടെ പരിചയത്തിന്റെ പുറത്ത് അങ്ങനെ ഓർഗാനിക്കലി സംഭവിച്ച സിനിമയാണ്. അപ്പോൾ അതിൽ കുറെ കൂടെ റിയൽ ലൈഫ് ക്യാരക്ടറിനെ കുറെ കൂടെ ഫോളോ ചെയ്യാനുള്ള ശ്രമവും അങ്ങനെയാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ തന്നെയാണ് പോയത്. ഇത് കുറച്ചും കൂടെ ഒന്നിൽ കൂടുതൽ റിയൽ ലൈഫ് സംഭവങ്ങളിൽ നിന്നും ഇൻസ്പയർഡ് ആണെങ്കിലും ഒരിക്കലും അങ്ങനെ ഒരു പർട്ടിക്കുലർ സംഭവത്തെയോ ക്യാരക്ടറിനെയോ ഫോളോ ചെയ്യാനുള്ള ശ്രമമൊന്നും ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. ഇത് കുറെ കൂടെ അതിൽ നിന്ന് ഉണ്ടായി വന്ന ഫിക്ഷനെ ഫോളോ ചെയ്യാനേ ശ്രമിച്ചിട്ടുള്ളൂ, അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ആ പരിമിതികളെ ഒന്നും ബോധേഡായിരുന്നില്ല. എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ വന്ന ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള സിനിമ എങ്ങനെയാണോ അതെങ്ങനെ ബെറ്റർ ആക്കാം എന്ന് മാത്രം. അതിന് ഒരുപാട് സംഭവങ്ങളിൽ നിന്നും അതുപോലെ അതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത വേറെ കഥാപാത്രങ്ങളിൽ നിന്നും ഒക്കെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ ആ സിനിമയെ മാത്രമേ ഫോളോ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഈ ദഹാഡ് എന്ന് പറയുന്ന സീരീസ് ഉണ്ടായിരുന്നല്ലോ, അപ്പം അതിന്റെ ഫാൻസും ഭയങ്കരമായിട്ട് ഇപ്പൊ ഒരുപാട് ഫാൻസ് ഉണ്ട്. ഇവിടെയും ഭയങ്കര രസമായി കണ്ടതായിരുന്നു. അപ്പൊ ദഹാഡ് സീരീസിന്റെ ഇത് വന്ന സമയത്ത് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പൊ ദഹാഡ് സീരീസ് ഫാൻസിനോട് എന്തെങ്കിലും പ്രത്യേകമായി പറയാനുണ്ട്? അവർ ഇത് കഥ ഈ സ്റ്റോറി തന്നെ ആവും, ഈ സ്റ്റോറി തന്നെ ആവും എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാനും കണ്ടായിരുന്നു. പക്ഷെ നമ്മള് സിനിമ ഓണായി കഴിഞ്ഞിട്ട് വന്ന ഇതാണ്. പിന്നെ അത് പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കുറച്ചും കൂടെ ഒരു ഫിക്ഷണൽ വേൾഡ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ സിനിമ കാണുമ്പോൾ ചില ഇൻസിഡൻസും ചില കഥാപാത്രങ്ങളൊക്കെ കാണുമ്പോഴും ഒക്കെ നമുക്ക് ചില കഥാപാത്രങ്ങളൊക്കെ അല്ലെങ്കിൽ ചില സംഭവങ്ങളൊക്കെ ആയിട്ട് ഓർമ്മ വരാം. എന്നതിനപ്പുറത്തോട്ട് ഇത് കുറെ കൂടെ വേറൊരു ഫിക്ഷണൽ വേൾഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് അതിലൊരു ആവർത്തന രസത ഉണ്ടാവാൻ സാധ്യത കുറവാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. സീരീസായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഇല്ലില്ല. ഞാൻ സ്റ്റോറിന്റെ ഒരു സമയം വന്നപ്പോഴേ ഡയറക്റ്റ് ഒന്നും പോകുന്നില്ല. കാരണം നമുക്ക് ഇപ്പം നമ്മളിപ്പം സപ്പോസ് ഒരു റിയൽ ലൈഫ് സംഭവമാണ്, അത് അറിയാവുന്ന ഒരാളാണ് വരുന്നത് എങ്കിൽ പോലും അവർക്ക് എങ്ങനെയെങ്കിലും ഒരു പുതിയൊരു അനുഭവം പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം എന്നൊരു ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഏതെങ്കിലും ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് വേറെയും അതങ്ങനെയാണല്ലോ ഒരു റിയൽ ലൈഫ്. ഇപ്പൊ നമുക്ക് കുറുപ്പ് എന്ന് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ അതിനെ വെച്ച് മുന്നേ സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അത് റിയൽ ലൈഫ് ഇൻസിഡൻസിനെ നമ്മൾ ഫോളോ ചെയ്താലും ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവും. ഒരുപാട് പേര് അതിനെ അഡാപ്റ്റ് ചെയ്തെന്ന് വരാം. അതങ്ങനെയാണ്.
അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു തോട്ടിന്റെയും കൂടെ പരിണത ഫലമാണ് ഈ സിനിമ. അതുകൊണ്ട് അത് അങ്ങനെ പിന്നെ പ്രശ്നമാകില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ജിബിന്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുന്ന കൂടുതലായിട്ട് പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണോ? പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കാണ് കൂടുതൽ കോമ്പിനേഷൻ എന്നുള്ളത്. ഇതൊരു സിനിമയിലെ പോലീസുകാരനും റിയൽ ലൈഫിലെ പോലീസുകാരനാണല്ലോ. സിനിമയിലെ പോലീസുകാരന് റിയൽ ലൈഫ് പോലീസുകാരന്റെ അകത്തുനിന്ന് വല്ല ടിപ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എങ്ങനെ പോലീസ്? ശരിക്കും മനസ്സ് കംപ്ലീറ്റ് കള്ളന്റെ സ്വഭാവം. വർക്ക് ചെയ്യുന്നത് പോലീസിലാന്നുള്ളൂ. സത്യം, ഞാനല്ല ഇരുന്നത് കൂടെ. അദ്ദേഹത്തിന്റെ അഭിപ്രായം അങ്ങനെയാണോ? പോലീസ് കുപ്പായം വിട്ട കള്ളനാണോ? സത്യം പറ, സത്യം പറ, സത്യം പറ. കള്ളന്റെ ഇനിയൊന്നും മറച്ചു വെക്കാനില്ല, പറഞ്ഞോളൂ. എല്ലാരും ചിരിച്ചൊഴിവാക്കണം. ഉത്തരം പറയുന്നില്ല, ഉത്തരം പറയൂല പുള്ളി. മിണ്ടുന്നില്ല. സിനിമയില് ഞങ്ങള് ഈ പറഞ്ഞ സിനിമയുടെ കാര്യമല്ല, റിയൽ ലൈഫാണ് ചോദിച്ചത്. അത് പറ. റിയൽ ലൈഫിൽ ഞാൻ കള്ളനൊന്നല്ലേ, പെരും കള്ളൻ. ജോലിയും കഴിഞ്ഞ സിനിമയിൽ വന്നിരിക്കണം. ഇല്ല, നല്ലൊരു വേഷമാണ്, നല്ലൊരു മനുഷ്യനാണ് റിയൽ ലൈഫിൽ. മിടുക്കന, അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്, ഷൂട്ടിലാണ് കാണുന്നത്. ഫുൾ ടൈം എൻ്റെ കൂടെയാണ്. ഞാൻ പുള്ളിയുടെ കൂടെയാണെന്ന് വരെ ചില സമയത്ത് തോന്നി. അല്ല, അങ്ങനെയാണ് പുള്ളി, മനസ്സിലായോ? ചില സീക്വൻസില് പുള്ളി പോലീസാണല്ലോ. ഞാൻ പോലീസും അല്ലല്ലോ, ഞാൻ കള്ളനല്ലേ. അപ്പൊ എനിക്ക് ബോഡി ലാംഗ്വേജ് അപ്പൊ ചേട്ടോ ഇത് ഇങ്ങനെ നിങ്ങൾ പഠിച്ചെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സെൻട്രൽ സ്റ്റേഷനിൽ കയറിയപ്പോ എനിക്ക് അറിയാം, അങ്ങനെ ഞാൻ സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് പഠിച്ചതാന്ന് പറഞ്ഞു. സത്യം ചോദിച്ചു. എന്റെ ബോഡി ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കലി വന്നതാണ്. ബോഡി ലാംഗ്വേജ് സിവിൽ ഡ്രസ്സിൽ നമുക്ക് സല്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതെ, തീർച്ചയായിട്ടും അങ്ങനെയുണ്ട്. അങ്ങനെ സ്ഥിരം കാണുന്ന കുറച്ച് ഈ പോലീസിന്റെ ആയിട്ടുള്ള കുറെ മിസ്റ്റേക്കുകളുണ്ട്. അത് വളരെ ചെറിയ കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ആർക്ക് നോക്കിയാലും പെട്ടെന്നൊന്ന് ഒരു സിനിമയുടെ ഭാഗമായിട്ടിരിക്കുമ്പോൾ അത് തിരുത്താന്നുള്ള കാര്യങ്ങളുള്ളൂ. പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇതുണ്ട്. പക്ഷെ ഇതില് ഈ പറഞ്ഞ ചേട്ടൻ തന്നെ എന്നെ ഞെട്ടിച്ച് മഫ്റ്റിയിൽ നിൽക്കുമ്പോ എങ്ങനെ, അല്ലെങ്കിൽ യൂണിഫോമിൽ നിൽക്കുമ്പോ എങ്ങനെ എന്നൊക്കെ ഉള്ളത് നമ്മൾ സെൻട്രൽ സ്റ്റേഷനിലെ പ്രൊഡക്റ്റ് ആണ് വന്നത്. എന്തായാലും വിനായകൻ ചേട്ടൻ അത് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുമ്പോ എനിക്ക് അതിനൊരു അവസരം തന്നിട്ടില്ല. അല്ലാതെ തന്നെ ഏകദേശം ഞാൻ ചെയ്തു കൃത്യമായിട്ട് ഷോ ചെയ്യാം. അതെ, ചെറിയൊരു ഷോ ഞാൻ ഇടാന്ന് വിചാരിച്ചതാ. പോലീസുകാരനാണല്ലോ, ഷോ കാണിക്കാന്ന് വെച്ചാ ഞാൻ അതിന് മേളിൽ കയറി അടിച്ചു. പുള്ളി പറഞ്ഞു, എന്നോട് വന്ന് പറഞ്ഞു ചേട്ടാ ഇത് ഇങ്ങനെ ഇത് കിട്ടി. ഞാൻ പറഞ്ഞു സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയതാന്ന് പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഓക്കെ ആണെങ്കിൽ ഇപ്പം ഇത്രയും സൈബർ ഓക്കെ അല്ലെങ്കിൽ ഉത്തരം പറയണ്ട, സിമ്പിൾ അല്ല, ഇത്രയും സൈബർ വേദിയിലൊക്കെ നിങ്ങൾക്കെതിരെ കുറെ ട്രോൾസും പരിപാടികളൊക്കെ വരും. അപ്പൊ ആ സമയത്ത് ഈ പെറ്റ് ഡിറ്റക്റ്റീവ്സിന്റെ പ്രൊമോഷൻ വീഡിയോയിൽ ഒരു സെൽഫ് ട്രോൾ രീതിയിൽ തന്നെയാണ് വന്നത്. അതെ, അപ്പൊ അത് ചെയ്യണ സമയത്ത് ആൾക്കാർ പിന്നെയും ട്രോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പൊ വിനായകൻ പിന്നെ ട്രോൾ ചെയ്തില്ല. നമ്മൾ അങ്ങനെ എടുത്താ ഓക്കെ ആവൂലേ? അതാണ് എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ എന്നാ എല്ലാവരും സ്നേഹിക്കണം, ഇത്രയും വൃത്തികെട്ടവൻ വിനായകന എല്ലാവരും സ്നേഹിക്കണം. ഞാൻ തന്നെ അപ്പൊ എനിക്കാണ് ഭ്രാന്ത്. സലീം കുമാറിന്റെ ഡയലോഗാണോ, എനിക്കാണ് ഭ്രാന്ത്, നാട്ടുകാർക്കാണ് ഭ്രാന്തായി പോയി. സത്യം. ഞാൻ ഇപ്പൊ ഈ കുറച്ച് നാളായിട്ട് ഞാൻ കാണുന്നുണ്ട് ഈ മെസ്സേജ്. മ്യൂസിക് ചെയ്യാനൊക്കെ പറയലുണ്ടോ? കാരണം നമുക്ക് മ്യൂസിക് ചെയ്യാൻ പറഞ്ഞിട്ട് ആളുകളില് റിക്വസ്റ്റ് ഒക്കെ വരലുണ്ടോ? ഞാൻ ചോദിച്ചു നിങ്ങൾ രണ്ട് ഇത്ര നല്ല പാട്ടുകൾ കമ്മട്ടിപ്പാടത്തില് ഇതിലൊക്കെ ചെയ്താണല്ലോ. കുറെ പാട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ട്. 56 സോങ്സ് ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുമോ? അത് റിലീസ് ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടോ? സിനിമക്ക് വേണ്ടി ഞാൻ ചെയ്യില്ല. സിനിമക്ക് അത്രയും പേഷ്യൻസ് എനിക്കില്ല. സിനിമ എന്ന് പറയുമ്പോ ഇദ്ദേഹം പറയുന്നത് പുള്ളി കേട്ടേ പറ്റും. ഫ്രീഡം ഇല്ല സിനിമ മ്യൂസിക്കിന്. ആണോ? ഫ്രീഡം ഇല്ലാത്ത അവസ്ഥയുണ്ടോ? അങ്ങനല്ല, ചില സമയത്ത് ഫ്രീഡം ഇല്ല. മ്യൂസിക് ഡിഫറെന്റ് ആണ്. അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ഫ്രെയിം പോലും മാറ്റാൻ പറ്റില്ല. അതാ ഒരു ഫ്രെയിം മാറ്റിയാൽ പിന്നെ മൊത്തം മ്യൂസിക് മാറ്റേണ്ടി വരും. ഒരു ഫ്രെയിം നമുക്കിപ്പോ എഡിറ്റിലാണെങ്കിൽ ഒറ്റ ഫ്രെയിം കട്ട് ചെയ്ത് കളയാം. മ്യൂസിക്കിൽ ചെയ്യാൻ പറ്റുമോ? കട്ടാകും. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിന്റെ ചെറിയ പോസ്റ്റ് പരിപാടികളൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് മുജി ഇങ്ങനെ വന്നിട്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണത്. അതായത് ഒരു കിഡിലൊരു പീസ് ചെയ്യാൻ വച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഡയറക്ടറിന്റെ ആ ഫ്രെയിം ഒരു ഫ്രെയിം മാറ്റുക എന്ന് പറഞ്ഞത് മ്യൂസിക്കില്
അല്ല അത് വലിയ പണിയാ. അത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും പിന്നെ പക്ഷെ ഇവർക്ക് ഗുണമുണ്ട്, എഡ്യൂക്കേഷന് ഗുണമുണ്ട്. അതങ്ങനെയാണ് സിനിമയുടെ ഒരു ഇത്. പക്ഷെ മുജീബ് എപ്പോഴും എന്തെങ്കിലും നമ്മളൊക്കെ എക്സൈറ്റ് ചെയ്യുന്ന സാധനം തന്നോണ്ട് മുജീബ് മാറ്റി പിടിച്ചാലെന്ന് പറയുമ്പോൾ അന്നേരമായിരിക്കും വേറൊരു ഐറ്റം വരുന്നത്. അപ്പൊ പറഞ്ഞു നന്നായി. കൽപ്പന ചൗളയുടെ കാര്യം പറഞ്ഞത് തന്നെയാണ്. എല്ലാം സെറ്റ് ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ് അതാണ്. മ്യൂസിക്കിൽ പ്രത്യേകിച്ച് സിനിമയിൽ എഡിക്റ്റിൽ കുഴപ്പമില്ല. എഡിക്റ്റ് എന്ന് വെച്ചാൽ റിതം ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് സിനിമ. പോയിക്കൊണ്ടിരിക്കണതിനെ ബ്രേക്ക് ചെയ്ത് കളയണം. സിനിമ മ്യൂസിക്കിൽ അത് പറ്റില്ല. മ്യൂസിക്കിൽ അങ്ങനെ തന്നെ പോകണം. അതൊരു നിയമമാണ്, അത് ലോക നിയമമാണ് എന്ന് പറഞ്ഞ പോലെയാണ്. അതിന്റെ താളം എപ്പോഴും എന്ത് ചെയ്താലും ഒരു ഫ്രെയിം നിങ്ങൾക്ക് മാറ്റി കഴിഞ്ഞാൽ എത്രയാണ് 24 25 25 ഒരു ഫ്രെയിം മാറ്റിയാൽ പിന്നെ എല്ലാം മാറ്റേണ്ടി വരും. അല്ല എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ബാക്കിയല്ല ഏത് സ്ഥലത്ത് എടുത്താലും ഏറ്റവും ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള മ്യൂസിക് ഒക്കെ വന്നിട്ടുള്ള എല്ലാം ഇൻഡിപെൻഡന്റ് മ്യൂസിക്സ് ആണ്. സിനിമ നമ്മുടെ ഇവിടെയാണ് കുറച്ചും കൂടെ സിനിമയായിട്ട് പാട്ടുകളും ഒക്കെ വരുന്നത്. പക്ഷെ ബാക്കി എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഇൻഡിപെൻഡന്റ് അവരുടേതായ പൂർണ്ണമായ ഫ്രീഡം. ഭയങ്കര ഈഗോ ആണ്, ഭയങ്കര എന്ത് ഈഗോ എന്ന് പറയാം. എനിക്കും പുള്ളിക്കും സത്യം മ്യൂസീഷ്യൻസ് എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും ഈഗോ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഏറ്റവും അൾട്ടിമേറ്റിലുള്ളത് മ്യൂസീഷ്യൻസ് ആണ്. ടെല്ലിങ് യു 100%. ഡാൻസേഴ്സിന് എങ്ങനെയാണ്? ഡാൻസർ കൂടിയാണല്ലോ. ഫ്രീ സ്റ്റൈൽ ഡാൻസിലപ്പോ നമുക്ക് ഡാൻസ് ചെയ്ത് ഒരു പാട്ട് വേണോ? Nobody can beat me like him because I'm a freestyle dancer. എന്റെ സ്റ്റൈലാ. ഉണ്ടോ ഒരു ചെറിയ സ്റ്റെപ്പ്? രാജാവിന് വേണ്ടി ഡാൻസ് ചെയ്യുന്ന ആളല്ല ഞാൻ. എനിക്ക് വേണ്ടി തന്നെ കളങ്കാവൽ വരെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കുറേ നാളായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു മൂവിയാണ്. അപ്പോൾ നമ്മളുടെ കളങ്കാവൽ കാണാനിരിക്കുന്ന പ്രേക്ഷകർക്ക് ഈ സിനിമയെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തരും ഒന്ന് കുഞ്ഞിതായിട്ട് പറയാമോ? പുള്ളിക്ക് ഏറ്റവും ഫേവറേറ്റ് ഞാനും മമ്മൂക്കയായിരുന്നു. പറഞ്ഞു കൊടുക്കും. തീർച്ചയായിട്ടാണ്. ഒരു വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞാൻ വളരെ പടത്തിലേക്ക് വന്നാണ്. ഏറ്റവും അവസാനമായിട്ടൊന്ന് ജോയിൻ ചെയ്തല്ലേ ആളാണ് ഞാൻ. ഞാനും മമ്മൂക്കയും പുള്ളി അല്ലേ? അപ്പൊ അത് ഈ പറഞ്ഞ പോലെ ഒരു സിനിമ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ നമുക്കൊരു നല്ല ക്യാരക്ടർ ചെയ്യാൻ പറ്റി. സാറിനോടൊപ്പം കുറേ ദിവസം ഒരുമിച്ച് നിൽക്കാൻ പറ്റി. ഇതൊക്കെ തന്നെയാണ് എന്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ്. ജിതിനെന്തായിരിക്കും ഏറ്റവും ഫേവറേറ്റ് എന്താണ് കളങ്കാവലിൽ എന്ന് ചോദിച്ചാൽ പറയാ? എനിക്കിതിനകത്തെല്ലാം ഇതെന്റെയാണല്ലോ, ഇത് മൊത്തം എന്റെയാണല്ലോ. അല്ല ഇവര് ഇതുപോലെ നമ്മളിപ്പം സിനിമ എങ്ങനെ വേണം സംഭവിക്കാം. ഇതുപോലെ എത്രയും ലെജൻഡറി ആയിട്ടുള്ള നടന്മാരെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര എല്ലാ കാലവും ഓർത്തിരിക്കാൻ ശാന്തിയായിട്ടാ. രണ്ട് ഡെഡ്ലിയാണ്. ഒരു എക്സ്ട്രീം ക്രിമിനലും ഒരു എക്സ്ട്രീം ഫ്രീക്കുമാണ് മമ്മൂക്ക. ഒരു പെർഫോമൻസിൽ എപ്പോഴും നമുക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് തരുന്ന കാര്യങ്ങൾ തുടർച്ചയായിട്ട് തരുന്നുണ്ടായിരുന്നു. അത് ഫിലിം മേക്കിംഗ് പ്രോസസ്സിൽ ഭയങ്കര രസകരമായ അനുഭവങ്ങളായിരുന്നു. ഭയങ്കര ചെറിയ ചെയ്യാൻ പറ്റുന്ന. പിന്നെ പോസ്റ്റിൽ വന്നാലും ഇവരെ പോലെയുള്ള ആൾക്കാർ നമുക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതും ഭയങ്കര ആസ്വദിച്ച് തന്നെ ചെയ്യാൻ പറ്റി. അങ്ങനെ ഭയങ്കര ടെൻഷൻ ആയിട്ടൊന്നും പോകാത്ത രീതിയിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഈ മേഖലയിലോട്ട് വരുന്നു ആ ഒരു രസം അനുഭവിക്കാൻ പറ്റി. അത് തന്നെയാണ്. ബാക്ക് ടു ബാക്ക് ഹിറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സിനിമ. അപ്പോഴാണ് അടുത്ത പടം കൂടി വരുന്നത്. എന്താണ്? എന്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ലൂപ്പ് ചെയ്താണ്. ഓ യെസ്, ഞാനും അത് ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് കളങ്കാവലിലെ ഏറ്റവും ഫേവറേറ്റ്? എനിക്കെന്താ വൺ ഓഫ് ദ ബെസ്റ്റ് ടീം ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഭയങ്കര ചില്ലായിരുന്നു. മൊത്തം ഈ പടം അങ്ങനെയായിരുന്നു. എല്ലാവരും പേടിച്ചിട്ടാ വന്നത്. നിങ്ങൾ ചില്ലിങ് ആയിരുന്നല്ലേ മൊത്തത്തില്? സെറ്റൊക്കെ ഞങ്ങള് മമ്മൂക്ക് വന്നപ്പോഴാണ് പാർട്ടിയായി. മമ്മൂക്ക് വന്നതോടുകൂടി മമ്മൂക്ക് വന്ന വരെ ഞാൻ ഒരു അല്ലേ നമ്മൾ രണ്ടുപേരും ചെറിയൊരു ഇങ്ങനെയായിരുന്നു. മമ്മൂക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പാർട്ടി തന്നെയായിരുന്നു. കാരണം ഇവരായിട്ട് സംസാരിക്കണ്ട, മമ്മൂക്ക പറഞ്ഞോളൂ. അങ്ങനെയായിരുന്നു. ടീമാണ്. ഇപ്പൊ ചില്ലായിട്ട് ചെയ്തിട്ടുള്ള നല്ലൊരു കിഡിലൻ സീരിയസ് പടം ഞങ്ങൾക്ക് കാണാൻ കിട്ടട്ടെ. ഒരുപാട് സന്തോഷം ഒരു ചിൽ കോൺവെർസേഷൻ തന്നതിന്. താങ്ക് യു.